Watch India's largest kids library only on Jio Hotstar. Download the app now. സഹോദരി സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കാണുന്നത് ജംനിപൂരിന്റെ സ്വർണ്ണ രഥമാണ്. ഇന്ന് അത് വിൽക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാരും രഥം കാണൂ, എന്നിട്ട് അതിനെ ലേലം വിളിക്കൂ. ഇതൊക്കെ കണ്ടിട്ട് ലേലം വിളിക്കാൻ പോകുന്നത് ആരാണ്? ഇതെടുത്തോണ്ട് പോകുന്നത് ഈ ജോൺ ദ ഡോൺ ആയിരിക്കും. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ. ഇത് ജോണിന്റെ ശിങ്കിടിയുടെ സൗണ്ട് ആണല്ലോ. കവിതയുടെ കാര്യം വിട്ട് രഥം അടിച്ചു മാറ്റാനുള്ള തയ്യാറെടുപ്പ് നടത്തടാ. അവിടെ ഉണ്ട്, കണ്ടില്ലേ? വേഷം മാറി രഥം അടിച്ചു മാറ്റാൻ വന്നിരിക്കുക. വരൂ, ഇന്ന് അവനിട്ടൊരു പണി കൊടുക്കണം. അവന് നല്ല ശിക്ഷയും ലഭിക്കും, നമുക്ക് നല്ല രസവുമായിരിക്കും. മുരളി എന്തൊക്കെയുണ്ടേ? ഞാൻ ഉരുളിയൊന്നും അല്ല. അടിക്കുന്നതിന് മുമ്പ് നിനക്ക് നോക്കിയിട്ട് അടിച്ചു കൂടടാ. സോറി സോറി, സത്യത്തിൽ എന്റെ കൂട്ടുകാരൻ മുരളിയില്ലേ, കാണാൻ അച്ചട്ട് നിങ്ങളെ പോലെ തന്നെയാന്നേ. അപ്പൊ തുടങ്ങൂ, ലേലം വിളിക്കൂ. ആദ്യമായി ആരാണ് വിളിക്കാൻ പോകുന്നത്? 500 രൂപ. 500 കോടി. 500 കോടി ഒരു തരം, 500 കോടി 2 തരം, 500 കോടി 3 തരം. അങ്ങനെ ഈ രഥം നിങ്ങളുടേതാണ്. നിക്ക് എന്തിനാ 1, 2, 3 ഒക്കെ വിളിക്കുന്നത്? ഞാൻ 500 കോടി എന്നല്ല പറഞ്ഞത്, വെറും 500 രൂപ എന്നല്ല പറഞ്ഞത്. സെക്യൂരിറ്റി, ഇവനെ തൂക്കിയെടുത്ത് വെളിയിൽ കളാ. ഇവിടെ തമാശ കളിക്കാനായിട്ട് ആരും വരണ്ട. എടോ, ഇത് സ്വർണത്തിന്റെ രഥമാണ്, കുഞ്ഞുകളിയല്ല. എന്നെ ഒന്ന് വിടുന്നുണ്ടോ? എന്നെ എല്ലാരും ചേർന്ന് ഇൻസൾട്ട് ചെയ്യാണ്, എന്നെ അപമാനിക്കാണ്. ഞാൻ നിങ്ങളെ പിന്നെ കണ്ടോളാട്ടോ. എടാ മുരളി, നീ ഇവിടെ ഉണ്ടായിരുന്നോ? നേരത്തെ ഞാൻ നീയാന്നും കരുതിയിട്ട് അവിടെ നിന്നോണ്ടിരുന്ന ഒരു മാന്യനെ പോയി തല്ലി. ആ മാന്യനായ മനുഷ്യൻ ഞാൻ തന്നെയാണോ? ഞാൻ ഉരുളിയല്ല. ഇനിയെങ്കിലും ആളെ നോക്കിയിട്ട് തല്ലട കേട്ടോ. എന്റെ പുറവാ ഒളിച്ചത്. ഞാൻ ഈ രഥം ഇപ്പോ ലേലം വിളിക്കാൻ പോവുകയാണ്. പക്ഷെ ഈ രഥത്തിൽ ആദ്യം കുതിരയൊന്ന് ഫിറ്റ് ചെയ്ത് കാണിക്കേ. കുതിരയെ ഫിറ്റ് ചെയ്തെങ്കിലല്ലേ ഈ രഥം ഓടുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റൂ. നിങ്ങൾ ഞങ്ങളെ പറ്റിക്കോടോ അല്ലയോ എന്ന് അറിയണമല്ലോ. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല ഐഡിയയാ. അവൻ കുതിരയെ അതിൽ കെട്ടിക്കഴിഞ്ഞാ നമുക്കത് രഥം ടെസ്റ്റ് ചെയ്യാനാണെന്നും പറഞ്ഞ് അതും കൊണ്ട് കടന്നു കളയാം. എടാ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? മുരളി എന്റെ അളിയ, നീയാണെന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ട ചേട്ടനെ ഞങ്ങൾ 2 പ്രാവശ്യം തല്ലി. മൂന്നാമത്തെ പ്രാവശ്യവും നിങ്ങൾ ആ ബാധ്യനായ വ്യക്തിയെ തന്നെയാണ് തല്ലിയത്. എന്റെ അടുത്ത് ദൂരെ പോ, അല്ലെങ്കിൽ ഞാൻ പിടിച്ച് നിങ്ങളെ പോലീസിൽ ഏൽപ്പിക്കും. ഞാൻ ഈ രഥത്തിന് ലേലം വിളിക്കാൻ വന്നതാണ് 50,000 കോടി രൂപയ്ക്ക്. വേഗം ഇതിൽ കുതിരയെ ഫിറ്റ് ചെയ്ത് കാണിക്കാം. വേഗം. 50,000 കോടിയോ? 50,000 കോടി ഒരു തരം, 50,000 കോടി 2 തരം, 50,000 കോടി 3 തരം. ഈ സ്വർണത്തിന്റെ രഥം നിങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നു. എടാ മുരളി, നീ ഇവിടെ നിപ്പുണ്ടായിരുന്നോ? ഞാൻ നീയാന്നും കരുതി ഒരു മാന്യനെ പോയി 3 വട്ടം ഇട്ട തല്ലിയത്. എടോ, ഞാൻ മുരളി അല്ലെന്ന് തന്നോട് പറഞ്ഞതല്ലേ. തന്റെ ഒരു ഉരുളി. ഞാൻ ജോണാണ്. എന്നും ഈ ജോൺ ആയിരിക്കും ഡോൺ. ജോൺ തന്നെ ആയിരിക്കും ഡോൺ. ആര് നിൽക്കുന്നിടത്ത് നനങ്ങി പോവരുത്. നമ്പർ 1, രഥത്തിൽ വേഗം കുതിരയെ കണ്ട്. ഒന്ന് എണീക്കട വേഗം. അയ്യോ, പോലീസ്! ആരെങ്കിലും പോലീസിനെ വിളിക്കൂ. Why fear when Chingam is here? Hey! name is ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. ഞാൻ 3 എണ്ണുന്നതിന് മുമ്പ് നീ ഗണ്ണ് തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ ഞാൻ അപ്പൊ തന്നെ ഫയർ ചെയ്യും.
ബൈ ബൈ എവരിബഡി. ഈ രഥം തന്നതിന് വളരെ നന്ദി. 50,000 കോടി രൂപ ഞാൻ പോസ്റ്റിൽ വഴി അയച്ചേക്കാം. വെറുതെ വിടില്ല ഞാൻ. വേഗം വേഗം, ഇനി സ്പീഡില് വേഗം വേഗം വിടറേ. വേഗം പോ. എന്റെ അമ്മ. വിടില്ല ഞാൻ. വിട്ടു പോടാ, വേഗം പോടാ, പോ പോ. 10 രൂപ ആ ചക്ര ഇങ്ങോട്ട് എടുത്തോളൂ, അതില് സ്വർണ്ണമുണ്ട്. എന്ത് പറ്റി? എന്തിനാണ് വണ്ടി നിർത്തിയത്? വാനിന്റെ പെട്രോൾ കഴിഞ്ഞുപോയി ബോസ്. വേനലെ പെട്രോൾ തീർന്നെന്ന് വെച്ചപ്പോ എന്താ? നിങ്ങളുടെ രണ്ടുപേരുടെയും പെട്രോൾ ബാക്കിയുണ്ടല്ലോ. എന്റെ പോത്തുകളെ ഒന്ന് വേഗം പോ. ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ? വേഗം എണീക്ക്, എന്നിട്ട് ഓട് വേഗം. ബോസ് ബോസ്, ഞങ്ങളുടെ പെട്രോളും കഴിഞ്ഞുപോയി ബോസ്. The name is Chingam. ചിങ്കത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇമ്പോസിബിൾ, ഇമ്പോസിബിൾ. അറിയാം, ഇത് ഒരുപാട് തവണ കേട്ടിട്ടുള്ളതാ. YPL, when Chingam is here, stop in the name of law. ഇന്ത്യൻ നിയമമാണ് സത്യം, ബാലത മാതാവാണ് സത്യം. ഫയൽ ഫയൽ. നീ എന്തിനാ എന്റെ ഫയലോഗ് അടിച്ചു മാറ്റാൻ നോക്കുന്നത്? എന്റെ അമ്മോ, ഞാനിപ്പോ എന്തിനാ ഇവനെ പോലെ സംസാരിക്കുന്നത്? നീ എന്താ എന്റെ സ്റ്റൈൽ എടുക്കാൻ നോക്കുകയാണോ? ചിങ്കം സാറേ, വർത്താനം പറയാതെ ഫയർ ചെയ്യൂ, ആകാശത്തേക്ക് വെടിവെക്കൂ. എന്നാ പിടിച്ചോ. താങ്ക് യു സർ. നല്ലോണം ദാഹിക്കുന്നുണ്ടായിരുന്നു. രഥം വലിച്ചു വലിച്ച് വയ്യാതായിരിക്കുകയായിരുന്നു. നിങ്ങൾ ചോദിക്കും ജോൺ എവിടെയാണെന്ന്. കേട്ടോളൂ, ആ കാണുന്ന ഗുഹയിൽ അയാൾ രഥവുമായി ഒളിഞ്ഞിരിക്കയാ. ഇത്തവണ ജോൺ രക്ഷപ്പെടില്ല. മോട്ടു പത്രു, നിങ്ങൾ രണ്ടാളും ഇവിടെ തന്നെ നിൽക്കൂ. ഞാൻ ദേ പോയി ജോണിനെ ദേ പിടിച്ചോണ്ട് വന്നു. ജോൺ, യു ആർ അണ്ടർ അറസ്റ്റ്. നീ സ്വയം നിയമത്തിന് കീഴടങ്ങുന്നതാണ് നല്ലത്. ജോൺ, നീ ഗോൾഡൻ ചാരറ്റ് മോഷ്ടിച്ച കുറ്റത്തിന് ഞാൻ നിന്നെ ഇപ്പൊ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. വന്നേ. ചിങ്കം സാറേ, ചിങ്കം സാറേ, എനിക്കറിയാം എന്റെ പുറകെ ജോൺ ഉണ്ടെന്ന്. പക്ഷെ നിങ്ങൾ എന്തിനാ ജോണിനെ കണ്ടിങ്ങനെ പേടിക്കുന്നത്? ഇവനെ നമ്മൾ ഒരുപാട് തവണ പിടിച്ചിട്ടുള്ളതല്ലേ. ബൈ ബൈ. ജോൺ അവിടെയാണെങ്കിൽ പിന്നെ എന്നോടൊപ്പം ഇവിടെ ആരാ നിൽക്കുന്നത്? കരടി ചേട്ടനാണോ? എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ല. നീ എന്തെങ്കിലും ചെയ്യൂ. ഐഡിയ. ഈ വിലങ്ങൊന്ന് അഴിച്ചിട്ട് പോടേ. സ്പീഡിൽ പോ, സ്പീഡിൽ പോടാ, സ്പീഡിൽ പോടാ, പോ പോ. ഒന്ന് വേഗം പോടാ. ഞാൻ നിന്നെ വെറുതെ വിടില്ല. അവിടെ നിക്ക്. അവിടെ നിക്ക് ജോൺ. നിൽക്കാനല്ലേ പറഞ്ഞത്? ഒന്ന് നിർത്ത്, ഒന്ന് നിർത്ത്.
ഐ സറണ്ടർ. ഒരു തവണ കീഴടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഇടിക്കാൻ പാടില്ല. ദിസ് ഈസ് ദ ലോ. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ചിങ്കം സാറേ, നിങ്ങളുടെ നിയമമാണ് സത്യം. ഭാരത മാതാവാണെങ്കിൽ സത്യം. നിർത്ത്. ഐഡിയ. ഇനി വേഗത്തിൽ. വേണ്ട. ഇനി ഞാൻ ഒരിക്കലും മോഷ്ടിക്കത്തില്ല. വേണ്ട. ആ? സിംഗം സർ, നിങ്ങൾ ജോൺ എന്ന കള്ളനെ പിടിച്ച് എന്റെ സ്വർണ്ണരഥം തിരികെ നൽകിയിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് നന്ദി പറയേണ്ടത്? ഞാനല്ല കാരണം, ഈ മോട്ടു പത്ലുകാരനാണ് ഞങ്ങൾ അവിടെ പിടിച്ചത്. മോട്ടു പത്ലു എന്റെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ ആ ജോൺ എപ്പോഴും അവിടുന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോയേനെ. മോട്ടു പത്ലു, നിങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട്. നിങ്ങളെ രണ്ടുപേരെയും എന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി നിറയെ ഉപഹാരങ്ങൾ നൽകുന്നതായിരിക്കും. താങ്ക് യു മഹാറാണി. എന്റെ ഈ വിലങ്ങ് എപ്പോ അഴിക്കുമെന്ന് പറ. എന്റെ അമ്മ. Watch India's largest kids library only on Jio Hotstar. Download the app now.